ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്നത്തെ റിലേഷൻഷിപ്പ് റീഡിംഗ് ഓപ്ഷൻസ് വെച്ചിട്ടാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 2 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഒരു കളർഫുൾ ബുദ്ധയും അല്ലാതെ കളർഫുൾ അല്ലാത്ത ഒരു ബുദ്ധയും വെച്ചിട്ടുണ്ട്. അപ്പോൾ കളർഫുൾ ബുദ്ധയാണ് ഓപ്ഷൻ 1. ഓക്കെ. അപ്പോൾ മറ്റേ ബുദ്ധ രണ്ടാമത്തതിനെ ഞാൻ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു ബുദ്ധനെ മനസ്സിൽ വിചാരിച്ചതിന് ശേഷം ആ റീഡിങ് കേൾക്കുക. 2 റീഡിങ് കേട്ടാലും കുഴപ്പമൊന്നുമില്ല. അല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു റീഡിങ് മാത്രം കേട്ടാൽ മതിയെങ്കിൽ അത് മാത്രം ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് കേൾക്കുക. ഓക്കെ. അപ്പം റീഡിങ്സ് ജനറലാണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്. ആർക്ക് വേണമെങ്കിലും കേൾക്കാം. നിങ്ങളുടെ ജീവിതവുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം സ്വീകരിക്കുക, ഇല്ലെങ്കിൽ വിട്ടുകളയുക. അപ്പോൾ ഓപ്ഷൻ 1കാർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ്. ഈ കളർഫുൾ ബുദ്ധ എടുത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ്. ഓക്കെ. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നതെന്ന് വെച്ചാൽ, ഇവിടെ ഒരു ഓപ്ഷൻ എടുക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. നിങ്ങളൊരു ക്രോസ് റോഡിലാണ്. ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരു ക്രോസ് റോഡിലാണ്. എന്ത് ചൂസ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ കുറച്ച് കൺഫ്യൂഷനായിട്ടിരിക്കുന്നൊരവസ്ഥയാണ്. ഇമോഷൻസ് എല്ലാം ബ്ലോക്ക്ഡാണ്. നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല. എന്താണ് സത്യം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ മനസ്സിലായാൽ തന്നെ അതിനെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് എനിക്ക് മനസ്സിലായത്. അപ്പം ടാരോട്ട് പറയുന്നതെന്ന് വെച്ചാൽ, ടേക്ക് ഓഫ് യുവർ ബ്ലൈൻഡ് ഫോൾഡ്. നിങ്ങളെ കണ്ണിൽ കെട്ടിയിരിക്കുന്ന ആ തുണി അതങ്ങ് അഴിച്ചു മാറ്റുക. എന്നിട്ട് ട്രൈ ടു സീ, കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് യുദ്ധം ചെയ്യാനായിട്ട് ദർ ഈസ് നത്തിങ് ടു ഫൈറ്റ് വിത്ത്. ഒന്നുമില്ല ഫ്രണ്ടിൽ. ഇതെല്ലാം നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകളാണ്. നിങ്ങൾക്ക് സത്യം കാണണമെങ്കിൽ ആ കണ്ണിൻ്റെ മുന്നേ കെട്ടിയിരിക്കുന്ന ആ ഒരു തുണി അങ്ങ് അഴിച്ചു മാറ്റിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇവിടെ കണ്ണിൻ്റെ മുന്നിലുള്ള തുണി എന്ന് പറയുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളുണ്ട്, ചില പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് സത്യമായിട്ടുള്ള കാര്യം എന്താണെന്ന് നമുക്ക് നല്ല കൃത്യമായിട്ട് അറിയാം. പക്ഷെ നമുക്ക് അതിനെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ അതങ്ങനെയാണ് എന്നുള്ള വിചാരത്തിൻ്റെ പുറത്തായിരിക്കും നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, റിയാലിറ്റിയെ നമ്മൾ എപ്പോഴെങ്കിലും ഒരിക്കലും ഫേസ് ചെയ്യേണ്ടി വരും. അപ്പം അതുവരെ നമ്മളെ തന്നെ പാമ്പറിങ് ചെയ്ത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു ദിവസം റിയാലിറ്റി നമ്മളെ മുന്നിൽ വരുമ്പം അപ്പോഴും നമ്മൾ ആശ്വസിക്കാനുള്ള എന്തെങ്കിലും കാരണം നമ്മൾ കാത്തു വെച്ചിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. അപ്പോൾ ഇവിടെ ടാരോട്ട് പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ സത്യമായിട്ടുള്ള കാര്യങ്ങൾ കാണാൻ ശ്രമിക്കൂ എന്നാണ്. ഓക്കെ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മൂൺ കാർഡ് വന്നിട്ടുണ്ട്. മൂൺ കാർഡെന്ന് വെച്ചാൽ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളെ നിന്ന് ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട് റിലേഷൻഷിപ്പിലെ മറ്റേ ആൾ. ഓക്കെ. അപ്പോൾ ഇങ്ങനെ മൂൺ കാർഡ് വരുമ്പോഴത്തേക്കും നമുക്ക് ടാരോട്ട് പറയുന്നതെന്ന് വെച്ചാൽ, സിറ്റുവേഷൻ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലല്ല, വേറെ കുറേ കാര്യങ്ങൾ, നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ ഇതിനകത്തുണ്ട് എന്നാണ്. ഓക്കെ. അപ്പം നിങ്ങളെ ഇൻസ്റ്റിങ്സ്, നിങ്ങളുടെ മനസ്സാക്ഷി അല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് ഒരു സംഭവം നിങ്ങളോട് പറയില്ല അതങ്ങനെയല്ല, ഇതിങ്ങനെയാണെന്ന്. അപ്പോൾ ആ ഒരു ഇൻസ്റ്റിങ്സിനെ അല്ലെങ്കിൽ ആ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു വോയിസിനെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ഈ മൂൺ കാർഡ് പറയുന്നത്. ഓക്കെ. സോ പല കാര്യങ്ങളും നിങ്ങളുടെ കണ്ണിൻ്റെ മുന്നിൽ നടക്കുന്നത് ഇല്യൂഷൻസ് ആണ്, അത് നേരായിട്ടുള്ളതല്ല എന്നാണ് പറയുന്നത് മൂൺ കാർഡ്. ഓക്കെ. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ശ്രദ്ധിക്കാൻ പറയണം. അത് കഴിഞ്ഞിട്ട് മൂന്നാമത് വന്നിരിക്കുന്നത് 4 ഓഫ് സോർഡ്സ് ആണ്. 4 ഓഫ് സോർഡ്സ് എന്ന് പറയുമ്പോൾ, നിങ്ങളിൽ നിന്നും പലതും മറഞ്ഞിരിപ്പുണ്ടെങ്കിലും നിങ്ങൾക്ക് ചില ചോയ്സസ് എടുക്കേണ്ട ഒരു സമയമാണെങ്കിൽ പോലും നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെ അത്ര പ്രശ്നബാധിതമല്ല. നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെ അത്ര പ്രശ്നങ്ങളൊന്നും നിങ്ങളുടെ ലൈഫിനകത്തില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ സജസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ, കാമായിട്ടിരിക്കുക. ഓക്കെ. സിറ്റുവേഷനെ കുറിച്ച് നല്ലതുപോലെ ചിന്തിച്ചതിന് ശേഷം ഒരു റൈറ്റ് സൊല്യൂഷൻ നിങ്ങൾ കണ്ടെത്താനാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. 4 ഓഫ് സോർഡ്സിൻ്റെ എനർജി
നിങ്ങൾക്ക് കുറച്ച് ചെറുതായിട്ട് ഫിയർ ഉണ്ട്, സ്ട്രെസ്സുണ്ട്, റിലാക്സ് ചെയ്യാനാണ് പറയുന്നത്. റിലാക്സ് ചെയ്യുക, സമാധാനമായിട്ടിരിക്കുക. ഓക്കെ. ഇവിടെ വന്നിരിക്കുന്ന സോഡിയാക് സൈൻസ് എന്ന് പറയുന്നത് ലിബ്ര വന്നിട്ടുണ്ട്, പൈസിസ് വന്നിട്ടുണ്ട്. ഇത് രണ്ടുമാണ് സോഡിയാക് സൈൻ. ഓക്കെ. അടുത്തത് ഈ മൂന്നെന്ന് പറയുന്നത് വാട്ടർ സൈനാണ് കേട്ടോ. വാട്ടർ സൈൻ എന്ന് വെച്ചാൽ ഇമോഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. റിലേഷൻഷിപ്പ്, ഇമോഷൻസ്, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഈ മൂന്നെന്ന് പറയുന്ന കാർഡ്. അപ്പോൾ റിലേഷൻഷിപ്പിലാണ് നിങ്ങളിൽ നിന്നും എന്തൊക്കെയോ കാര്യങ്ങൾ ഹിഡൻ ആയിട്ടിരിക്കുന്നത്, മറച്ച് വെച്ചിരിക്കുകയാണ്. അടുത്തെന്ന് വെച്ചാൽ 3 കാർഡ് വന്നിരിക്കുന്നത് ഹെറോഫെൻറ്റും എംബററും വാൺസുമാണ്. ഹെറോഫെൻ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആരുടെയെങ്കിലും അഡ്വൈസ് വേണമെങ്കിൽ അത് ചോദിക്കാനാണ് പറയുന്നത്. ഈ ഒരു കേസിൽ, റിലേഷൻഷിപ്പിൻ്റെ കേസിൽ അഡ്വൈസ് വേണമെങ്കിൽ എടുക്കാനാണ് പറയുന്നത്. അതുപോലെ എംപറർ എന്ന് വെച്ചാൽ ഇമോഷൻസ് ഈ റിലേഷൻഷിപ്പിൽ ബ്ലോക്ക്ഡാണ്. ആരും ഒന്നും തുറന്ന് പറയുന്നില്ല. ചിന്തകളെല്ലാം ലോജിക് ഓവർ ഇമോഷൻസ് ആണ്. ഓക്കെ. ഇതിൽ കുറച്ച് ഈഗോ ക്ലാഷസ് ഉണ്ട് ഇതിനകത്ത്. ഒരു എംപററിനെ പോലെ നല്ല ഈഗോയിലാണ് ഇരിക്കുന്നത് നിങ്ങളുടെ മറ്റേ കക്ഷി. ആൾ ഈഗോയിലാണ് ഇരിക്കുന്നത്. അതുപോലെ എന്തൊക്കെയോ കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ട്, വേറെ പല കാര്യങ്ങളിലും കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ട്, ഫോക്കസ് ചെയ്യുന്നുണ്ട്. റിയൽ ആയിട്ടുള്ള ചില കാര്യങ്ങളുടെ പുറകെ നിന്നാണ്. അതായത് ആൾക്ക് എന്തെങ്കിലുമൊക്കെ ഡ്രീംസ് കാണും, അല്ലെങ്കിൽ വർക്കിൽ കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ എന്തായിരുന്നാലും ഇമോഷൻസ് എല്ലാം ബ്ലോക്ക്ഡാണ്. അതൊന്നും നിങ്ങളോട് തുറന്ന് കാണിക്കുന്നില്ല. ആളിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ള കാര്യം നിങ്ങളെ നിന്ന് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ എന്തൊക്കെയോ ഹിഡൻ ആയിട്ടുണ്ട്. 3ൻ്റെ തൊട്ട് താഴെയാണ് എംപറർ കാർഡ് വന്നിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നൈറ്റ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. നൈറ്റ് ഓഫ് വാൺസിൻ്റെ എനർജി എന്ന് വെച്ചാൽ കാര്യങ്ങൾ ബെറ്റർ ആവും. ഓക്കെ. കാര്യങ്ങൾ ബെറ്റർ ആവും. നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിൽ നല്ല രീതിക്ക് ഇത് ഫ്യൂച്ചറിൽ ഒരു സക്സസ് കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. നിങ്ങളടുത്തേക്ക് ഒരു ആക്ഷൻ എടുത്ത ആൾ വരും. നൈറ്റ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. അപ്പം ആ ഒരു സമയത്തേക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങൾ അങ്ങോട്ട് ചാടിക്കയറി പുള്ളിയോട് സംസാരിക്കാതെ, പുള്ളി അല്ലെങ്കിൽ പുള്ളിക്കാരി ആരാണെങ്കിലും അങ്ങോട്ട് കയറി ഒന്നും നിങ്ങൾ സംസാരിക്കാതെ അങ്ങോട്ടൊന്നിനും പോകണ്ട. ആളിങ്ങോട്ട് വരും. അപ്പോൾ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ. ആക്ഷൻ എടുത്ത് വരും. ഓക്കെ. അപ്പം അതാണ് ഒന്നാമത്തെ കാർഡിൽ വന്നിരിക്കുന്നത്, ഒന്നാമത്തെ ഓപ്ഷൻകാർക്ക് വന്നിരിക്കുന്നത്. പിന്നെ ചാരിയറ്റാണ് ബോട്ടം ഓഫ് ദി ഡെക്കായിട്ട് വന്നത്. ചാരിയറ്റ് എന്ന് പറയുന്നതും ഈ റിലേഷൻഷിപ്പിനകത്ത് ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്, ഓബ്സ്റ്റക്കിൾസ് ഉണ്ട്. എങ്കിൽ പോലും ആൾ നിങ്ങളടുത്തോട്ട് വരും എന്നാണ് പറയുന്നത്. അപ്പോൾ കാത്തിരിക്കൂ, മാനിഫെസ്റ്റേഷൻ ചെയ്യൂ. അപ്പോൾ അത്രയേ ഉള്ളൂ ഒന്നാമത്തെ റീഡിങ്. ഈ ഒന്നാമത്തെ റീഡിങ്ങിലെ ഒറക്കിൾ കാർഡ് എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് ഐ ലൈക്ക് യു എന്നാണ് കേട്ടോ. നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് ആൾ. ഓക്കെ. അടുത്തത് രണ്ടാമത്തതാണ്. രണ്ടാമത്തെ ഓപ്ഷൻകാർക്കുള്ളതാണ്, ഓപ്ഷൻ 2. ഇതിൽ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയിരിക്കുന്നത് ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നൊരു കാർഡാണ്. രണ്ടാമത് കിട്ടിയത് 6 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ജഡ്ജ്മെൻ്റ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ കാർഡിൽ ഒരു വിധിന്യായം ഉണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് തന്നെ ഈ റിലേഷൻഷിപ്പിൽ നടന്നിരുന്നാലും ഒരു ന്യായവിധി ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകും എന്നാണ് എനിക്ക് മനസ്സിലായത്. അതായത് ഒരു ക്ലാരിറ്റി വരും. നിങ്ങൾ കാമായിട്ടിരിക്കുക, നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ. ഇവാലുവേറ്റ് യുവർ സെൽഫ് എന്നാണ് പറയുന്നത്. നിങ്ങളെ തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക. ഓക്കെ. ഇവാലുവേഷൻ ചെയ്തിട്ട് മാത്രം എന്തെങ്കിലും ഒരു ഡിസിഷൻസ് എടുക്കുക. അത് പോസിറ്റീവ് ഡിസിഷൻ ആയിരിക്കും. നല്ലതുപോലെ ചിന്തിച്ച് ഡിസിഷൻ എടുക്കാനാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ സെപ്പറേറ്റഡ് ആണെങ്കിൽ ഒരു റീബർത്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ അതൊക്കെയാണ് ആദ്യത്തെ കാർഡ്, ജഡ്ജ്മെൻ്റ് കാർഡ്. രണ്ടാമത് വന്നിരിക്കുന്നത് 6 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഇതിൽ ഈ റിലേഷൻഷിപ്പിൽ ഒരാൾ കുറച്ച് നേരം എല്ലാ കാര്യത്തിൽ നിന്നും ഒഴിഞ്ഞിട്ട് ഒരു ഹോളിഡേ പോവാൻ, അല്ലെങ്കിൽ ഒന്ന് എസ്കേപ്പ് ചെയ്യാൻ, പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കണം എന്നുള്ളൊരു ചിന്തയുണ്ട് ഇതിലേതോ ഒരാൾക്ക്. ഓക്കെ. നിങ്ങളാണോ മറ്റേ ആളാണോ എന്നറിയില്ല.
പ്രശ്നങ്ങളിൽ നിന്നെല്ലാം കുറച്ച് ദിവസം മാറി നിന്ന് എവിടെയെങ്കിലും ഒരു ട്രാവലിന് പോകണമെന്നോ അല്ലെങ്കിൽ ഓവർസീസ് ഒരു ഹോളിഡേ പോകണമെന്നോ റൺ അവേ ചെയ്യണമെന്നോ ഒക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. കുറച്ച് ദിവസം മാറി നിൽക്കണം ഓക്കെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അക്വേറീസ് ആണ് ഇവിടെ വരുന്ന സോഡിയാക് സൈൻ. മൂന്നാമത് വന്നിരിക്കുന്നത് ഇതാണിത്, ഹാങ്ഡ് മാൻ റിവേഴ്സാണ്. ഹാങ്ഡ് മാൻ റിവേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കുറച്ച് ഡിസിഷൻസൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഹാർഷായിട്ട് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് അനലൈസ് ചെയ്ത് എടുത്തില്ലെങ്കിൽ അത് തെറ്റിപ്പോകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. ഓക്കെ, നിങ്ങളെടുക്കുന്ന തീരുമാനം നിങ്ങളുടെ ഒരു ഇമോഷൻസ് കാമായിട്ടാണ് ഒരു തീരുമാനം എടുക്കുന്നതെങ്കിൽ അത് നല്ലൊരു തീരുമാനമായിരിക്കും. പക്ഷെ നല്ല ദേഷ്യത്തിലിരിക്കുന്ന സമയത്തൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ പലതും അത് തെറ്റിപ്പോവാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ കാമാവുക, എന്നിട്ട് നിങ്ങൾ ഡിസിഷൻസ് എടുക്കാനാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളുടെ ഒരു അവസ്ഥയെന്ന് വെച്ചാൽ പല തീരുമാനങ്ങളും ഒന്നിൽ നിന്ന് മറ്റൊന്നിലോട്ട് ഒരു ബാഡ് സിറ്റുവേഷനിലോട്ടാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തെറ്റാകുന്നുണ്ട്. ഒന്നിൽ നിന്ന് മറ്റൊന്നിലോട്ട് പോകുമ്പോൾ എല്ലാം ഇങ്ങനെ ബാഡ് സിറ്റുവേഷൻസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു രീതിയിൽ ഡിസിഷൻ എടുത്താൽ നിങ്ങളത് ഒരിടത്ത് എത്തിക്കില്ല. അപ്പോൾ നല്ലതായിട്ട് ചിന്തിച്ച് നല്ലതുപോലെ മനസ്സിനെ കാമാക്കി വെച്ചതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ 3 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. 3 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ മൂന്നാമത് ഒരാളിൻ്റെ ഇടപെടലുകൾ ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത്. വാട്ടർ സൈനാണ്, ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളുടെ ഇതിനകത്ത് ആരോ ഒന്ന് അഭിപ്രായം പറയുന്നുണ്ട്, അല്ലെങ്കിൽ വേറൊരാളിൻ്റെ നിങ്ങൾ രണ്ടുപേരും അല്ലാതെ മൂന്നാമതൊരാളിൻ്റെ കൈ കടത്തൽ ഇതിനകത്ത് നല്ലതുപോലെ ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഏസ് ഓഫ് സോഡ്സ് ആണ്. നിങ്ങൾക്ക് ചില ന്യൂ ബിഗിനിങ്സ് എല്ലാം കാണുന്നുണ്ട്. ഓക്കെ, ചില ബ്രേക്ക് ത്രൂസ് ഒക്കെ കാണുന്നുണ്ട്, ചില ന്യൂ പ്ലാൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഒരു മെൻ്റൽ ക്ലാരിറ്റി കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ചില ഗുഡ് ന്യൂസസ് എല്ലാം നിങ്ങൾ തേടി വരുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത്. ഗുഡ് ന്യൂസസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ലീഗൽ മാറ്റേഴ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ, നിയമപരമായ കാര്യങ്ങളിൽ ഇൻവോൾവ് ആണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കോൺട്രാക്ട്സുകൾ നിങ്ങൾ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ട് കുറച്ച് ഗുഡ് ന്യൂസസ് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസസ് ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ജെമിനി, ലിബ്ര, അക്വേറിയസ് ആണ് ഇവിടുത്തെ സോഡിയാക് സൈൻ. അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത് 8 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ഉണ്ട്. നെഗറ്റീവ് തോട്ട്സ് വന്നിട്ട് നിങ്ങൾ ട്രാപ്പിലാണെന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ ടാരോട്ട് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ നെഗറ്റീവ് തോട്ട്സ് മാറ്റിയിട്ട് പോസിറ്റീവ് തോട്ട്സ് കൊണ്ടുവരിക, നിങ്ങൾക്ക് ആ പറയുന്ന ട്രാപ്പിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും എന്നാണ് പറയുന്നത്. നെഗറ്റീവ് തോട്ട്സ് ഒഴിവാക്കുക. ഓക്കെ, ഒരു വിക്ടിം മെൻറ്റാലിറ്റി കളഞ്ഞതിന് ശേഷം ആ ഒരു ട്രാപ്പിൽ നിന്നും, ആ ഒരു ട്രാപ്പ് ഓഫ് നെഗറ്റീവ് തോട്ട്സിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാനാണ് പറയുന്നത്. പിന്നെ ഇതിനകത്ത് ബോട്ടം ഓഫ് ദി ഡെക്കായിട്ട് വന്നിരിക്കുന്നത് 8 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. 8 ഓഫ് കപ്സിൻ്റെ എനർജി എന്ന് വെച്ചാൽ ചില അൺഫുൾഫില്ലിംഗ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾ വാക്ക് അവേ ചെയ്യുന്ന ഒരു കാര്യമാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങളിൽ ആരോ, ഈ റിലേഷൻഷിപ്പിലുള്ള ആരോ വാക്ക് അവേ ചെയ്യുന്നതായിട്ടാണ് മനസ്സിലാവുന്നത്. ഇതിൽ മെയിനായിട്ട് ഈ ബോട്ടം ഓഫ് ദി ഡെക്ക് വരുന്നത് നിങ്ങളുടെ കാര്യമായിരിക്കും. അപ്പോൾ നിങ്ങളിതിൽ നിന്ന് വാക്ക് അവേ ചെയ്യുന്നു. ചിലപ്പോൾ ഒരു ജോബായിരിക്കാം, ഒരു കരിയറിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ കുറച്ച് മാറി നിൽക്കാനുള്ള ചില പ്ലാൻസൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പെയിൻ, നടന്ന കാര്യങ്ങളെ വെച്ചിട്ട് ഒരുപാട് പെയിൻ ഉള്ള ഒരു അവസ്ഥയാണിപ്പോൾ. നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആണ്. അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു കപ്പും വേണ്ട എന്നുള്ള രീതിയിൽ പിന്തിരിഞ്ഞ് നടക്കുന്ന ഒരാളിനെയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. പൈസസ് ആണ് ഇവിടുത്തെ സോഡിയാക് സൈൻ. ഹാർട്ട് ചക്ര ബ്ലോക്ക്ഡ് ആണ് എല്ലായിടത്തും. ഹാർട്ട് ചക്ര, ക്രൗൺ ചക്ര ഇതെല്ലാം ബ്ലോക്ക്ഡ് ആണ്. തേർഡ് ഐ ഓപ്പൺ അല്ല. തേർഡ് ഐ എന്ന് വെച്ചാൽ ഇൻറ്റ്യൂഷൻസ് ഒക്കെ കിട്ടുന്നൊരു ഐ ആണ്, അത് നിങ്ങൾക്ക് ബ്ലോക്ക്ഡ് ആണ്. ഈ തേർഡ് ഐ ചക്ര ബ്ലോക്ക്ഡ് ആകുമ്പോഴാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ പറ്റാത്തത്, ഇൻറ്റ്യൂഷൻസ് ഒന്നും ശ്രദ്ധിക്കാൻ പറ്റാത്തത്. അതൊക്കെ ഈ ചക്ര ബ്ലോക്ക്ഡ് ആകുമ്പോഴാണ് സംഭവിക്കുന്നത്. ബ്ലോക്ക്ഡ് മാറ്റി ഓപ്പൺ ആവാൻ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഒരു 10 മിനിറ്റെങ്കിലും മെഡിറ്റേഷൻ ചെയ്യുക. ഓക്കെ,
കണ്ണടച്ചിരുന്ന് പല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലോട്ട് വരും, ചിന്തകളിങ്ങനെ ഒരുപാട് വരും. പക്ഷെ ആദ്യം അങ്ങനെ വന്നോട്ടെ, നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ബ്രെയിൻ ഇത്രയും വർഷം പല കാര്യങ്ങളും ഒരു സമയം 50,000 കാര്യങ്ങൾ ചിന്തിച്ചിട്ട് ഒരു സമയം നമ്മൾ മെഡിറ്റേഷനിലിരിക്കുമ്പം ബ്രെയിനും മെഡിറ്റേഷനിലിരിക്കണമെന്ന് വെച്ചാൽ അത് നടക്കാത്ത കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു പ്രാക്ടീസ് കൊണ്ടുവരിക. എപ്പോഴെങ്കിലും കാലത്തോ വൈകിട്ടോ ഒരു 10 മിനിറ്റ് നേരം നിങ്ങൾ മെഡിറ്റേഷൻ, എന്തെങ്കിലും മന്ത്രം ചാൻറ്റ് ചെയ്യാം, ഓം ചാൻറ്റ് ചെയ്യാം, ഓക്കെ, സോഹം എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യാം. മെഡിറ്റേഷൻസൊക്കെ ഒരുപാട് യൂട്യൂബ് ചാനലിലുണ്ട്. ഏതെങ്കിലും ഒരു ഓതൻറ്റിക് ആയിട്ടുള്ള യൂട്യൂബ് ചാനലിൽ കയറിയിട്ട് മെഡിറ്റേഷൻ അവർ പറയുന്നതനുസരിച്ച് പറഞ്ഞ് പഠിക്കുക. അപ്പം അതെല്ലാം മെഡിറ്റേഷൻ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ 3rd ഐ ചക്ര ഓപ്പൺ ആവാൻ അത് ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പം എന്തെങ്കിലുമൊക്കെ ഒരു ടെക്നിക്ക് നമ്മളും പഠിച്ചു വെക്കണം. എങ്കിൽ മാത്രമേ ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും രീതിയിൽ അതിൽ നിന്നും പുറത്ത് ചാടാൻ പറ്റുള്ളൂ. അതിനെല്ലാത്തിനുള്ള സൊല്യൂഷൻസ് ഈ ഭൂമിയിൽ തന്നെ ഉണ്ട്. നമ്മളത് തേടിപ്പോണം. ഓക്കെ, തേടിപ്പോയിട്ട് അത് കണ്ടുപിടിച്ചിട്ട് നമ്മൾ സൊല്യൂഷനിൽ നിന്നും പുറത്ത് വരണം. ഒരുപാട് പേര് ഈ ലോകത്ത് നല്ല രീതിയിൽ ജീവിച്ച് മരിച്ചവരുണ്ട്. നമുക്കും ആ സൊല്യൂഷൻസും ടെക്നിക്സും എല്ലാം പഠിച്ച് വെക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ അതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടണം. എപ്പോഴും നമ്മളിങ്ങനെ ലവ് റിലേഷൻഷിപ്പിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കാതെ അവൾ എന്നെ എന്തുകൊണ്ടായിരിക്കും കളഞ്ഞിട്ട് പോയത്, അല്ലെങ്കിൽ എനിക്ക് തിരിച്ചും അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കാതെ കുറച്ച് എഫേർട്ട്സ് വേറെ കുറച്ച് സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ നല്ല പുസ്തകങ്ങൾ വായിക്കാനോ ഒക്കെ നിങ്ങൾ മാറ്റിവെക്കുക. ഓക്കെ, അങ്ങനെ മാറ്റി വയ്ക്കുമ്പോഴത്തേക്കും വലിയ പ്രശ്നങ്ങളാണ് എന്ന് നമുക്ക് തോന്നുന്ന പല പ്രശ്നങ്ങളും നമ്മളെക്കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിങ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും മറ്റൊരു റീഡിങ്ങുമായിട്ട് കാണുന്നത് വരെ നന്ദി, നമസ്കാരം ആൻഡ് ടേക്ക് കെയർ. ബൈ.